ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവത്തോരൻ. കുക്കറിൽ വെച്ച് 2 വിസിൽ കേൾപ്പിച്ചിട്ട് കണവ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലപോലെ വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിയും തക്കാളിയും നല്ലപോലെ ഒന്ന് കുറച്ചുകൂടെ വഴങ്ങി വരട്ടെ. ഉള്ളിയും തക്കാളിയും നല്ലപോലെ ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനായി എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, 2-3 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കരിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇത്രയും കൂടെ ചേർത്ത് തേങ്ങ മിക്സിയിൽ വെച്ച് ഒരടി അടിച്ചെടുത്തത്. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. നല്ലപോലെ അരപ്പും കണവയും കൂടെ ഒന്നുപോലെ ചേർന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അരപ്പതിൽ പിടിക്കാൻ 5 മിനിറ്റ് നേരം വേണ്ടി വരും. അതിനേക്കായി അതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടപ്പൊന്ന് എടുത്ത് നോക്കാം. കണവത്തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് സ്വാദിഷ്ടമായ കണവത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.